ഇയാൾ മനുഷ്യൻ മനസ്സമാനായിട്ട് ഇരിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ ഇയാളെ ഇങ്ങനെ നോക്കി. അപ്പൊ നമുക്ക് പാലക്കാടൻ ചിക്കൻ കറിയിലേക്ക് പോകാം. ഒരു കോഴിയിൽ വേണമെങ്കിൽ ഒരു 5-10 കുമ്പളങ്ങയൊക്കെ ഇട്ടിട്ട് വെക്കുക അല്ലേ? ലോകത്തിൽ ഇത്രയും ടേസ്റ്റ് കൂട്ടാൻ ആ സമയത്ത് കഴിച്ചിട്ടില്ല. നമ്മള് പാലക്കാടുകാർ വെക്കുന്നേക്കാൾ സൂപ്പർ ടേസ്റ്റാണ് വെക്കുന്നത് കേട്ടാ. കുമ്പളങ്ങ ഇടുന്നതോടുകൂടി റേഞ്ച് വേറൊരു തലത്തിലേക്ക് വരുന്നു. മുതലാളി ഒരു വട്ടം പറഞ്ഞിട്ടുണ്ട്, മുതലാളിക്ക് ഓർമ്മയുണ്ട്. കുറച്ച് ഇത് ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും കേട്ടാ. അങ്ങനെയുള്ളവർക്ക് നമ്മളിത് അപമാനിക്കണ പോലെ തോന്നും. ഇതും കുടിലിന്റെ അപ്പുറത്തപ്പുറത്തിരിക്കുകയാണ് ഞങ്ങൾ കേട്ടാ. കുടിലല്ല, കുടിലിന്റെ അപ്പുറത്തിരിക്കാന്ന്. കുടിലല്ലേ ഇരിക്കണേ? അല്ല, കുടിലിന്റെ ഇതൊക്കെ സ്വഭാവം മാറി ഓടായി. പറഞ്ഞോളൂ. നമ്മളിന്ന് പാലക്കാടിൻ്റെ തനതായ ഒരു കൂട്ടാനുണ്ട്. ഞാനിപ്പോഴും നല്ല കഴിച്ചുകൊണ്ടത്. ഞാൻ ഈ ഒരു മരിച്ച ഒരു ഇതിന് നമ്മുടെ കൂട്ടുകാരൻ്റെ ഇതിന് പോയപ്പോൾ അവിടെ അടിയന്തരത്തിനാകുന്നതുകൊണ്ട് ഒരു പാലക്കാടൻ ചിക്കൻ കറി കുമ്പളയും കൂട്ടി വെച്ചിട്ടുള്ളത് കഴിച്ചിട്ടുണ്ട്. കല്യാണത്തിന് കഴിച്ചു എന്നാണല്ലോ എൻ്റെ അടുത്ത് പറഞ്ഞേക്കണേ. കല്യാണത്തിന് വേറെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് കഴിച്ചിട്ടുള്ള ഇത് ഈ തത്തമംഗലം വശത്ത് പോയിട്ട് അപ്പോൾ പാലക്കാട് കല്യാണങ്ങളുടെ തലേദിവസവും മരണാനന്തര ചടങ്ങുകൾക്കും പിന്നെ സംക്രാന്തിക്കൊക്കെ ഉണ്ടാക്കണ കറിയാണ് ഇത്ര. ഇത് ഞങ്ങൾ മാതൃഭൂമിയിൽ കണ്ടതാട്ടാ. അപ്പം അതിൻ്റെ അതെഴുതിയ പെൺകുട്ടി, ആ ലേഖനം എഴുതിയ പെൺകുട്ടി പാലക്കാട് ഇതുപോലെ ഒരു കല്യാണ തലേന്ന് ഒരു കാറ്ററിങ് നടത്തുന്ന ആള്. അപ്പോൾ ആൾക്ക് ആ കല്യാണ തലേന്നത്തെ സദ്യയാണ് ആൾക്ക് ഓർഡർ ഉള്ളത്. അപ്പോൾ അവിടെ ചെന്ന് അവിടെ അത് നേരിട്ട് കണ്ട് അവിടെ ഉണ്ടാക്കണത്. അപ്പോൾ തനതായ ഓതൻറ്റിക് ആയിട്ടുള്ള രീതി എന്ന് പറയാൻ പറ്റില്ല, പരമ്പരാഗതമായ രീതി എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ കാറ്ററിംഗുകാർ ചെയ്യുന്ന രീതിയാണ് അതിലെഴുതിയേക്കണേ. കോഴിയും കുമ്പളങ്ങയും. അപ്പോൾ ഞാനന്ന് കഴിച്ചപ്പോൾ എനിക്ക് മനസ്സിന് തീരെ പിടിച്ചില്ല. ഒരു നാളികേരൊക്കെ അരച്ച്. കല്യാണത്തിന് പോയതാണോ നിങ്ങൾ? മറ്റേ കാളവണ്ടി ആ കല്യാണത്തിന് പോയപ്പോഴാ? അതിന് പോയപ്പോ ഒന്നും കിട്ടിയില്ലല്ലോ. ആ കഥ പറഞ്ഞു കൊടുത്തോളൂ. അവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ വീഡിയോയില്? നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി പറയാം. അപ്പൊ നമുക്ക് പാലക്കാടൻ ചിക്കൻ കറിയിലേക്ക് പോകാം കേട്ടോ. കുമ്പളങ്ങ, കോഴി, അതിൽ കുറച്ച് പരിപാടികളുണ്ട്. നമ്മൾക്ക് കുറച്ച് ഉള്ളിയൊക്കെ നമ്മൾ പറിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ. സബോള അല്ലെങ്കിൽ ചുമന്നുള്ളി ഉപയോഗിക്കാന്ന് പറഞ്ഞു. നമ്മളിവിടെ ചുമന്നുള്ളി ഉള്ളതുകൊണ്ട് സരിത നട്ട ഉള്ളിയാണ്. അതുകൊണ്ട് സരിത നട്ട ഉള്ളിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം പറിച്ചിട്ട് തുടങ്ങാം. അല്ല, അത് പറിച്ച് വെച്ചിട്ടുണ്ട് ചേട്ടാ. പറിച്ച ക്ലിപ്പ് ഇപ്പൊ കാണിക്കാം. ഞാൻ കണ്ടില്ലേ പറിക്കണത്. ഉള്ളി നമ്മൾ സരിത നട്ട ഉള്ളിയാണ് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് വേറെ വളങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ കടയ്ക്ക് നമുക്ക് കേട്ടോ ഇങ്ങനത്തെ നല്ല ഫ്രഷ് ഉള്ളിയാണ് കേട്ടോ. ഇതാണ് നമ്മൾ നമ്മുടെ ചിക്കൻ കറിയിലേക്ക് എടുക്കുന്നത്. വെറുതെ തൊടുമ്പുളിക്കും വരുന്നുണ്ടോ. അത്യാവശ്യം വലിപ്പുണ്ട്. ഇത്ര ഉള്ളി മതി നമുക്കില്ലേ. അവിടെ ഭയങ്കര കല്ല്. ശരിക്ക് ഉള്ളി നടുന്ന സ്ഥലം ഇത്തിരി മണ്ണളക്കുള്ള സ്ഥലം വേണം. പക്ഷേ നമ്മൾ നട്ടിട്ടുള്ള സ്ഥലം ഇത്തിരി കല്ലും കട്ടയും നിറഞ്ഞ, കല്ലും മുള്ളും നിറഞ്ഞ സ്ഥലമായിരുന്നു. മാത്രമല്ല കുറച്ച് ദിവസം കൂടുമ്പോൾ 15-20 ദിവസം കൂടുമ്പോൾ ചാണപ്പൊടി ഇട്ടിട്ട് മണ്ണിടണമായിരുന്നു. അങ്ങനെ ഒരു പരിപാടി നമ്മൾ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അതെൻ്റെ കൈപ്പുണ്യായിരിക്കും. ആ ഉള്ളി തൊലി കളഞ്ഞാണ് കേട്ടോ. നല്ല കണ്ട ഇതിങ്ങനെ നോക്കി വെറുതെ നോക്കി. അയ്യേ, പൊട്ട മണായിരിക്കും വായ വർത്താനം പറയുമ്പോൾ. ഒരു മണമില്ല, നല്ല സുഖമായിട്ട് തന്നെ. നിങ്ങൾ തിന്ന് കാണിക്കണമെന്നുണ്ടോ എന്തെങ്കിലും സാധനം? തക്കാളി പറഞ്ഞ തിന്ന് കാണിച്ചേ. ഇതും ഇവിടെ തക്കാളി കഴിച്ചോ. എത്ര തക്കാളി ആവശ്യമില്ല. ഇത് നല്ല പഴുത്തത്. പിന്നെ ഉരുളക്കിഴങ്ങ് ഇടാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇടാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൽ എഴുതിയേക്കണേ. നമ്മൾ വായിച്ചതാണ് കേട്ടോ. വായിച്ച് കണ്ടപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ചേട്ടൻ പറഞ്ഞ ഒരു ടേസ്റ്റും ഇല്ല എന്നാ അവിടെ പോയി കഴിച്ചിട്ടുള്ളത്. ചിക്കൻ സാമ്പാർ എന്ന് പറയുന്നു അവിടെ പാലക്കാട്. അപ്പോൾ നമ്മൾ ഇത് ചിക്കൻ എടുത്ത് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്, കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആദ്യം മുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. ഇട്ടോ മുളക് പൊടി വേണമല്ലോ. കുരുമുളക് പൊടി ചേർക്കുന്നത് കുമ്പളങ്ങിയിലേക്കും കൂടിയുള്ളത് വേണം, എരിവ് വേണമല്ലോ. മഞ്ഞൾപ്പൊടി ഇട്ടു, മല്ലിപ്പൊടി,
ഇനി അടുത്തത് മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ചിക്കൻ മസാലപ്പൊടിയില്ലേ, ചിക്കൻ മസാലപ്പൊടി, ഇത് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് പരമ്പരാഗതമായിട്ടുള്ള രീതിയിലാണ് അല്ലേ. പണ്ടത്തെ രീതിയിൽ എന്തായാലും ചിക്കൻ മസാല ഉണ്ടാവില്ല, ചിക്കൻ മസാലപ്പൊടി ഉണ്ടാവില്ല. പിന്നെ കുരുമുളക് പൊടി, ചിലൊരു ഇതിൽ പെരിഞ്ചീരകം. കുരുമുളക് പൊടി ഇത്ര എന്തിനാ? കുഞ്ഞു ടീസ്പൂൺ അല്ലേ, ഇത്ര വേണ്ടായിരുന്നു കേട്ടാ. അല്ല അത് കിടന്നോട്ടാ. പിന്നെ ഉപ്പിടണം. കുരുമുളക് പൊടി ഇടണ ഈ ചിലവർ ഇത് ചെയ്യുന്നുണ്ട് തരുത, പെരിഞ്ചീരകം നന്നായി ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചേട്ടാ അതല്ല എൻ്റെ അപ്പുറം ചെയ്യും. നന്നായി മിക്സ് ചെയ്തോ. അടിപൊളിയായിട്ട് വരട്ടി മിക്സാക്കി ഇതിവിടെ ഇരിക്കട്ടെ. ഇതങ്ങനെ കുറേ സമയം വെക്കൊന്നും വേണ്ട. നമുക്ക് ഇനി അതൊക്കെ ചതച്ചെടുക്കാണ്ടല്ലോ, ഉള്ളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ. അപ്പോൾ അത് ചതയ്ക്കണം, അത്ര സമയം അതവിടെ ഇരിക്കട്ടെ. ഇനി കൈ കഴുകാം. ഇഞ്ചിയും ഉള്ളിയും ചതയ്ക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നാണ് അതിൽ ചതച്ചാൽ മതി. ചില മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്താം. ഇത് അങ്ങനെ തന്നെ പഴയ കാലത്തെ രീതിയിലുള്ള ആർക്കാണ് അറിയത്, കുറേ പ്രായമായവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. വല നമ്മുടെ പുഷ്കലാൻറ്റിക്കൊക്കെ അറിയായിരിക്കും. അയ്യോ എൻ്റെ മേലേക്ക് തെറിക്കണം. അപ്പടി മറ്റേ ഇത് സാധനം ഏപ്രം വെക്കേണ്ടതായിരുന്നു അത്. അതേ ഞാൻ ഈ പാലക്കാടൻ ഇതിൻ്റെ 2-3 വീഡിയോ കണ്ടു നോക്കിയപ്പോഴേ അതിലിങ്ങനെ കമൻറ്റുകളുണ്ട്. അതായത് അതിൽ ചിക്കൻ കഷ്ണങ്ങൾ കിട്ടുന്നവർ ലോട്ടറി അടിച്ച പോലെ ഭാഗ്യവന്മാരാണ്. പണ്ട് കാലത്തുള്ള പ്രായമായിട്ടുള്ള ആളുകൾ എഴുതിയിട്ടുള്ളവരാണ് ഇത്. അന്ന് കാലത്ത് കിട്ടാൻ വഴിയില്ലെന്നതില് അത്രയ്ക്കും ഒരു കാലത്തെ ഒരു ഇതാണല്ലോ. ഒരു കോഴിയിൽ വേണമെങ്കിൽ ഒരു 5-10 കുമ്പളങ്ങ കിട്ടിട്ടോ വെക്കുക അല്ലേ. വലിയ കുടുംബങ്ങളായിരിക്കലൊക്കെ. അല്ല കല്യാണ സദ്യക്കല്ലേ. കല്യാണ സദ്യക്ക്. പിന്നെ വെള്ളം പോലെ. ചേട്ടൻ കഴിച്ചിട്ടുള്ളത് എങ്ങനെയാ? ചിക്കൻ കഷ്ണം കിട്ടിയ ചിക്കൻ കഷ്ണമാണോ എനിക്കതൊന്നും മനസ്സിലായില്ല. ഒരു വെളുത്ത ഒരു നാളികേരൊക്കെ ഇങ്ങനെ കലക്കി ഒഴിച്ചിട്ട്, നാളികേരം പച്ച നാളികേരാണ് ഇതിൽ അരയ്ക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു. ചേട്ടൻ്റെ ചെവിടെ തന്നെ ഒരു കൊതിരിക്കണം. എനിക്ക് അടിക്കാൻ തോന്നുന്നു ചേട്ടാ. എവിടെയാ? അടിച്ചോ. ചെവി എൻ്റെ കർണപടം പൊട്ടിക്കരുതിട്ടാ. പോയാ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. എന്നെയാണ് ചേട്ടൻ ഭയങ്കര ഇതിലടിക്കുക. ശരിക്ക് അത് ശരിക്ക് ഉന്നുണ്ട്. കൊതുവിനടിക്കാൻ ഉന്നം വേണല്ലോ. അല്ല ഞാനെന്താ എറിഞ്ഞ് വീഴ്ത്തിയ പോലെ ഉണ്ട് പറച്ചിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ഉന്നുണ്ടെന്ന്. ചേട്ടാ പാലക്കാട്ടേക്ക് പോയി കഥ പറയും ചേട്ടാ. ഒരു 1.5 കഥയാണത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. പണ്ടുള്ളവർക്ക് അറിയുള്ളൂ, ഇപ്പോഴുള്ളവർക്ക് അറിയില്ല. കേട്ടിട്ടുള്ളവർ സ്കിപ്പ് ചെയ്തോട്ടെ ഈ കഥ. ബോറടിക്കണ്ട വീണ്ടും കേട്ടിട്ടേ. അതായത് പാലക്കാട് പോയ ഇത് തൊട്ട് പറഞ്ഞോട്ടെ. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ടുള്ള കാര്യം പറഞ്ഞോളൂ. എങ്ങടെ പോണേ? ചെരുപ്പിടാനാ. അതിനെന്തിനാ കഥ പറയാൻ തന്നെ ചെരുപ്പ്? ഞാൻ അവിടെ നിക്കല്ലേ, ഞാൻ അവിടെ നിന്ന് പറയുമ്പോഴേ രസമല്ലോ. ഞാൻ എന്റേതേ കഴിഞ്ഞു, ഞാൻ അങ്ങോട്ട് വരിക. അതെ പറഞ്ഞോ. 1995 കേട്ടോ നടക്കുന്നത് സംഭവം. 1995 എന്ന് പറഞ്ഞപ്പോൾ ഏകദേശം 30 കൊല്ലമായില്ലേ. 30 കൊല്ലം മുമ്പുള്ള സംഭവമാണ് നടക്കുന്നത്. അന്ന് ഈ തൃശ്ശൂർ ജില്ലയിലത്തെ ഈ ഭാഗത്തൊക്കെ സ്വർണ്ണപ്പണിയുടെ മെയിൻ സ്ഥലമായി മാറി. അതായത് കേരളത്തിലത്തെ ഏറ്റവും കൂടുതൽ കടകളിലേക്ക് സ്വർണം മുഴുവൻ പണത് പോകുന്നത് തൃശ്ശൂരിൽ നിന്നായിരുന്നു. പാലക്കാട് നിന്നുള്ള പിള്ളേരുകളാണ് കൂടുതൽ ഈ സ്വർണ്ണപ്പണിക്ക് വരുന്നത്. അപ്പോൾ എല്ലാ വീടുകളിലും സ്വർണ്ണപ്പണി, നമ്മുടെ വീട്ടിലും സ്വർണ്ണപ്പണി അതിൻ്റെ ഭാഗമായിട്ടിട്ടാണ്. അങ്ങനെ സ്വർണ്ണപ്പണിക്ക് ഇതായിപ്പോൾ പിന്നെ ഇത് ഈ സ്വർണ്ണപ്പണിക്ക് ചെയിനും കമ്മലുകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാന്ന് പറയും, ചെതുക്കാന്ന് പറയും. അപ്പോൾ ആ പോളിഷ് കൂട്ടാൻ ഇങ്ങനെ ചെതുക്കും. ഈ ചെതുക്കണ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, അവൻ്റെ കല്യാണം എന്ന് പറഞ്ഞാൽ അവൻ്റെ വീട് ചിറ്റൂർ തത്തമംഗലാണ്. അവിടെ കല്യാണം കഴിക്കുന്നത് നമ്മുടെ ഊരകം അവിടെ നിന്നാണ് കഴിക്കുന്നത്. പൂച്ചിനിപ്പാട ഊരകല്ലേ, അവിടെ നിന്നാണ് കല്യാണം കഴിക്കുന്നത്. അങ്ങനെ സാധാരണ പോലെ ഉറപ്പിച്ചിട്ടുള്ള കല്യാണമാണ്, ഈ സ്നേഹിച്ചിട്ടുള്ള കല്യാണം എന്നല്ല. അപ്പോൾ ഈ കല്യാണത്തിന് ഇവൻ്റെ സുഹൃത്തുക്കൾ, അതായത് ചെത്താനായിട്ട് കുറേ സ്വർണ്ണപ്പണിക്കാർ ഇവൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കില്ല. അപ്പോൾ ആ പരിചയക്കാരെല്ലാവരും വിളിച്ചിട്ട് അങ്ങോട്ട് തലേ ദിവസം നിങ്ങൾക്ക് ലാവിഷായിട്ട് അവിടെ ഒരു ഗംഭീരമായ പരിപാടിനെ വെച്ചുകൊണ്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും വരണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കുറേ പേര് പോയിട്ടാണ്.
ഇവിടെ ചെറിയേട്ടൻ, അല്ലേട്ടൻ, ഞാൻ, സജീവൻ, പിന്നെ എനിക്ക് നടന്ന് പറയാൻ തോന്നാം, സജീവൻ, മേജോ, സിജോ, കുറേ പേരുണ്ട് കേട്ടോ. ഇവിടുന്ന് ഞങ്ങൾ ഒരു 10, 18, 17 പേര് ഞങ്ങൾക്കായിട്ട് വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ അഞ്ചേരി വശത്തു നിന്ന് വേറെ വലിയൊരു ബസ്സും ഏൽപ്പിച്ചിട്ടുണ്ട്. തലേ ദിവസം ഇവിടുന്ന് ഞങ്ങൾക്ക് ഏൽപ്പിച്ച വണ്ടിയില്ലേ, നമ്മുടെ ഈ മാറ്റഡോർ വണ്ടിയില്ലേ, നമ്മുടെ ഈ മോഹൻലാലിൻ്റെ നിർണയത്തിൽ ഒരു വണ്ടിയില്ലേ, മാറ്റഡോർ, പണ്ടത്തെ ബ്രെഡിൻ്റെ പോലെ, മിഥുന സിനിമയിലത്തെ വണ്ടി. അല്ല, നിർണയത്തിൽ അങ്ങനെ ഒരു മൂട്ടകാടി. അതിന്റെ സൈഡിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പനമ്പല്ലി, ഈ പായ അതൊക്കെ അടിച്ചിട്ടാണ് ഒപ്പിച്ചോണത്. സൈഡൊക്കെ മറച്ചോണത് ഉള്ളിലേ. അങ്ങനത്തെ കൂട്ടി പറഞ്ഞതല്ല, പനമ്പടിച്ചിട്ടാണ്. അതൊക്കെ പൊളിഞ്ഞ് തവിട് പിടിയിട്ടുള്ള ഒരു ഇതാണ് കേട്ടാ. അപ്പൊ ആ വണ്ടിയാണ് ഞങ്ങൾ ഇവിടുന്ന് എല്ലാവരും കൂടിയിട്ട് അതിൽ 10, 16, 17 പേര് കയറി. അഞ്ചേരി വശത്തു നിന്ന് മറ്റുള്ളവർക്ക് വലിയ വലിപ്പമുള്ള ബസ്, അവർ 10, 40 പേരുണ്ടായിരുന്നു. അങ്ങനെ അവർ പോയി. ഞങ്ങൾ ഇതിൻ്റെ പിന്നീട് ഉച്ചരിഞ്ഞ് 4 മണിക്കാണ് പോകുന്നത്. തലേ ദിവസം പോയിട്ട് അവിടെ അന്ന് താമസിച്ചിട്ട് പിറ്റേ ദിവസം കല്യാണം കൂടിയിട്ട് വരാമെന്നാണ് പറഞ്ഞത്. അതായത് പെണ്ണുകൊണ്ടായിട്ട് ഇങ്ങോട്ട് വരുന്നു, ഇത് ഊരകത്തിക്കുക. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ വരാം. പിന്നെ അവർക്ക് പിന്നെ ഇവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഇവിടെ വീട്ടിൽ വരല്ലോ, അവരങ്ങോട്ട് പോയോളും. അങ്ങനെ വിചാരിച്ചാൽ അത് കഴിഞ്ഞിട്ടേ ഞങ്ങളിങ്ങനെ വണ്ടി പോയി തുടങ്ങി. വണ്ടിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 കിലോമീറ്റർ മണിക്കൂറിൽ വേണമെങ്കിൽ പോവായിരിക്കും സ്പീഡ് ഡ്രൈവർ. അപ്പോൾ ഇങ്ങനെയാണ് പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2:30 നേരത്താണ് പോണത്. അവരൊക്കെ അവിടേക്ക് എത്താറായിട്ട് അവിടെ മറ്റേ ടീം. ഞങ്ങളിങ്ങോട്ട് പോയി ലാമ്പിൽ പോകുമ്പോൾ ഞങ്ങളുടെ ഒരുത്തൻ ഷാജു എന്ന് പറയുന്ന മരത്താഴത്തെ ഷാജു, അവൻ ഡ്രൈവറെ എത്തിച്ച് നിന്നിട്ട് പറയണേ, എങ്ങനെയാണ് പോകണേട്ടാ വണ്ടി. ഈ പാലക്കാട് ഇന്നത്തെ ഹൈവേ ഒന്നും ഇല്ല ചേട്ടാ, പാട്ട റോഡല്ല. ചേട്ടാ ഞാൻ കാല് പിടിക്കാം, ദാ പോണ കാള വണ്ടി ഒന്ന് വെട്ടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇങ്ങനത്തെ അപ്പൊ അത്രയ്ക്കും നമ്മുടെ വണ്ടി പോണതേ. വണ്ടി എന്ന് പറഞ്ഞ പഴഞ്ചാടി വണ്ടി. അങ്ങനെ ഞങ്ങൾ എത്തിപ്പെടുന്നത് രാത്രി 11:30 നേരത്താണ്. 2 മണിക്ക് പോയിട്ട് 11:30 ഒരു ബ്ലോക്കൂലും ഒന്നുമില്ല. വണ്ടിയുടെ ഇടയിൽ കുറച്ച് നിൽക്കാൻ കാര്യങ്ങളൊക്കെ ഉണ്ടായി, അത് വേറെ കാര്യം. അത് കഴിഞ്ഞിട്ട് ആട് സിനിമയിലത്തെ വണ്ടിയല്ലേ, അതന്നെ ആട് സിനിമയിലത്തെ വണ്ടി. അയ്യോ ഇത് നിനക്ക് ഇത്രയ്ക്ക് ഇതായിട്ട് ആ മാറ്റഡോറ് ബ്രെഡിൻ്റെ ഷേപ്പുള്ള വണ്ടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കല്യാണ ചെക്കനും ഇവരൊക്കെ ഞങ്ങളെ നോക്കിയിരിക്കണം. മറ്റവർ ഞങ്ങളെ കാത്തു അവിടെ കുറേ നേരം. അവർ ടൗണിലൊക്കെ ബാറിലൊക്കെ കയറിയിട്ടാണ് അവർ പോയി എന്ന് കൊണ്ടിട്ടേ. അത് കാരണം അവർ അവിടെ എത്തിയില്ല. അവിടെ എത്തിയപ്പോൾ അടിപൊളി ഫുഡ് തേങ്ങ മാങ്ങന്നൊക്കെ പറഞ്ഞിട്ടേ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ കൂട്ടാനില്ലേ, ലോകത്തിൽ ഇത്രയും ബേസിന്ന്, അതായത് ഇവിടെ ഭയങ്കര ഇതല്ലേ, ബേസിന്ന് തവിട്ട് പൊടിയായിട്ടാണ് പോണത് എല്ലാവരും. അവിടെ ചെന്നിട്ട് ലോകത്തിൽ ഇത്രയും ടേസ്റ്റുള്ള കൂട്ടാൻ ആ സമയത്ത് കഴിച്ചിട്ടില്ല. ഏറ്റവും വെറുപ്പുള്ള കൂട്ടാനുള്ള ഒന്നാണ് കാബേജ് ഉപ്പേരി. കാബേജ് ഇല്ലേ തോരൻ, കാബേജ് തോരൻ. ആ കാബേജ് തോരൻ കണ്ടമാനം അവിടെ ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ കഴിഞ്ഞു. അതും ചോറും മാത്രം കൂടിയിട്ടാണ് ഞങ്ങൾ കഴിച്ചത്. അതിന് ഇത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായില്ല. അത് കഴിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് കിടക്കാനൊന്നും സ്ഥലമില്ല. അപ്പോഴേ ആ വീട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ വീട്ടിൽ തന്നെയാണ്, ഹാളൊന്നും അല്ല കേട്ടോ വീട്. പിന്നെ തൊട്ടയൽപ്പക്കത്ത് കുറേ വീടുകളൊക്കെ ഉണ്ട്, അവിടെ ഇവിടെ ഇട്ട് അകന്നാണ് വീട്ടിൽ. അവിടെ ഓരോ വീടിൻ്റെ മുറ്റത്തും ഇറയത്തും അവിടെ ഇവിടേക്കായിട്ട് ഞങ്ങൾ രാത്രിയിൽ അവിടെ കിടന്നു. വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ ടീം കൂടെ എല്ലാവരും കിടന്നു. ഇവര് വിചാരിച്ചു ഇവരൊക്കെ ക്ഷണിച്ചപ്പോൾ അവിടെ ഗ്രാൻഡായിട്ട്, അവിടെ ഇപ്പോൾ ഗ്രാൻഡ് അല്ല, ഗ്രാൻഡായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സൗകര്യങ്ങളുണ്ടാവും എന്ന് വിചാരിച്ചു. അങ്ങനെ പുലർച്ചെ ഒരു 5 മണിയായിട്ട് അപ്പോൾ കല്യാണ വീട്ടിൽ സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. ഇനി ഇവിടെ നിന്നാണ് ഞങ്ങൾ അതിൻ്റെ ഒരു രസം പോണത് കേട്ടാ. ഞാൻ നിങ്ങൾക്ക് കോടീശ്വരനില് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരു ഡിസ്ക്ലെയിമർ വെച്ചോ. അതെ, ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കേട്ടാൽ മതി. അപ്പൊ അങ്ങനെ പുലർച്ചെ 5 മണി ചേട്ടൻ ഇനി അഭിനയിച്ച് കാണിക്കണം. അവിടെ പഴവിട്ട് ഒരു ബാത്റൂമുള്ളോ. ഇവിടെ ഞങ്ങൾ 10-40 ചില്ലറ പേര് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ബാത്റൂം കുളിക്കാനാണെങ്കിൽ കുറച്ച് അങ്ങനെ നീങ്ങിട്ടൊരു നല്ല ഭംഗിയിലൊരു കനാല് പോകുന്നുണ്ട്, നല്ല വീതിയിലൊരു കനാല് പോകുന്നുണ്ട്, അതിൽ കുളിക്കാം. പക്ഷെ ഈ അവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോ അവിടുത്തെ ആള് പറഞ്ഞു, നിങ്ങൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടേ
വല്ല പറമ്പുകളിലേക്കൊക്കെ പോയിക്കോളാൻ പറഞ്ഞു. ഇത് കേൾക്കേണ്ട താമസം ഈ സദ്യ വയ്ക്കുന്ന സ്ഥലത്ത് കുറേ ബക്കറ്റുകളും പാത്രങ്ങളും ഒക്കെ ഈ പാചകക്കാരില്ലേ അവൻ നോക്കിയപ്പോൾ ഒരൊറ്റ പാത്രങ്ങളില്ല, എല്ലാവരും എടുത്തിട്ട് ഓരോ പാത്രങ്ങൾ എടുത്ത് ഓടി കിണറിൻ്റെ പക്കത്തേക്ക് എല്ലാവരും കഴിയുമ്പോൾ ഓരോ ബക്കറ്റ് പാത്രം കിട്ടിയതൊക്കെ ഡവറ ഇത് ഒക്കെ എടുത്തിട്ട് ഓടി. ഒരു ബക്കറ്റ് എടുത്ത് ഞാനും പോയിട്ടാണ്. അപ്പോൾ ഇനി അവിടെ നിന്നുള്ള സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഒതുങ്ങിയ പറമ്പിലേക്ക് പോയി. ചേട്ടാ തീ കത്തിക്കാൻ പാ, തീ കത്തിച്ചിട്ട് പറയാട്ടാ. അല്ല, തീ കത്തിച്ചിട്ട് പറഞ്ഞ രസം ഉണ്ടാവില്ലേ? എനിക്ക് ഇത് പറയാൻ പൊക്കോ, ഞാൻ ഇവിടെ നിന്ന് ആക്കിക്കോളാം. തീ കത്തിച്ചോളട്ടെ, എന്നിട്ട് നമുക്ക് തുടങ്ങാം. അല്ലെ ഞാൻ കത്തിച്ചാ മതിയാ? നീ കത്തിച്ചേരാ പെട്ടെന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എല്ലാവരും ഓരോ പറമ്പുകളിലേക്ക് ഓടി. തീ നേരത്തെ കത്തിച്ച് വെച്ചായിരുന്നു, ഞാൻ ഈ കാര്യം ആലോചിച്ചില്ല. തീ കത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചട്ടി അടുപ്പത്ത് വയ്ക്കുന്നു കേട്ടോ. ചൂടായി വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ആൾക്കാർ പറയും നിങ്ങൾ പാചകമൊക്കെ പിന്നെ ചെയ്യാ, കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു പറയും. ഇത് കേൾക്കാത്ത ആളുകള് വെളിച്ചെണ്ണ ഇത്തിരി അധികം വേണം കേട്ടാ. മതി, വെളിച്ചെണ്ണ കൂടിയ ഇല്ലില്ല, വെളിച്ചെണ്ണ കുറവാ, ഇനി വേണമെങ്കിൽ ഒഴിക്കാം. പിന്നെ വെളിച്ചെണ്ണ ചൂടായിട്ടാ കടുക് കിട്ടും. പാലക്കാട് ഇതിങ്ങനെ ഇനി പൊട്ടാൻ പാടില്ലോ, ഒറ്റടിക്ക് പൊട്ടിത്തെറിക്കാൻ പാടില്ല. നമ്മൾ പാലക്കാടുകാർ വയ്ക്കുന്നേക്കാൾ സൂപ്പർ ടേസ്റ്റാണ് വയ്ക്കുന്നത് കേട്ടോ. അത്യാവശ്യം വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്, അത്യാവശ്യം നല്ല പോലെ ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, നമ്മുടെ വീട്ടിലത്തെ ഉള്ളി എടുത്തിട്ടുണ്ട്, നമ്മുടെ വീട്ടിലത്തെ തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി നമ്മുടെ വീട്ടിലത്തെ കോഴിയല്ല, നമ്മുടെ വീട്ടിലത്തെ കുമ്പളങ്ങയല്ല. കോഴി വേണമെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ കോഴി കൊല്ലായിരുന്നു, വേണ്ട വെച്ചിട്ടാ. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കഥ പറയണ്ട. ചേട്ടനെ കഥ പറയാൻ വേണ്ടി മുട്ടിയിട്ട് നിൽക്ക. ഇതിലേക്ക് ഒന്ന് ഇതായാൽ മതി കേട്ടാ, ബ്രൗൺ കളറാവൊന്നും വേണ്ട. അതിലേക്ക് ചുമന്നുള്ളി ചതച്ച് വെച്ചത്, സബോളയും ഉപയോഗിക്കാം. ഉള്ളി ഉപയോഗിക്കുമ്പോഴാണ് ടേസ്റ്റ്. സദ്യകൾക്കൊക്കെ സബോള ഉപയോഗിക്കുക, അല്ലാണ്ട് ഉള്ളി ആര് ഉപയോഗിക്കണം? നല്ല ഗന്ധം, നല്ല ഗന്ധം. ഗന്ധമൊന്നും വരുന്നില്ലല്ലോ. ഇനി നാളികേരം കേട്ടാ, നാളികേരം അരയ്ക്കണം, അമ്മി മരയ്ക്കാൻ സാധിക്കും. അത് നാളികേരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മിക്സിയിൽ അരച്ചോണ്ടാ മതി. മതിയാ? ഒറ്റ അരക്കിൽ അരച്ചാൽ മതി, അതിന് കുറേ നേരം പിടിക്കും. ഇനി അതല്ല ഇനി അരച്ചാൽ കഥ പറയാനായിട്ടേ അല്ല, ഞാൻ അരയ്ക്കുമ്പോ ചേട്ടാ അവിടെ ഒന്ന് പറഞ്ഞു. അല്ല, ഇതെന്തായിരിക്കും ചേർത്ത് കഴിഞ്ഞിട്ടേ അയ്യോ, ആ ഉള്ളി തെറിച്ചതാ. ഞാൻ പൈപ്പിലാക്കാം. പൊള്ളിയാ ശരിക്കും? ഇല്ല, കുഴപ്പമില്ല. ഒരു ലെവലിലേക്ക് ആകുമ്പോൾ നമ്മുടെ പറ്റി വെച്ചിട്ടുള്ള കോഴി എനിക്ക് തട്ടിയിട്ട് തരില്ല എന്നോട്ടോ. അയ്യോ, വേപ്പിൻ്റെ ഇടലില്ലോ കുറച്ച് കഴിയുമ്പോൾ ഇടാം. അല്ല ഇടാം. ഇതിലും കൂടി മിക്സ് ചെയ്യാം. വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ, ഒരു തുണ്ട് വെള്ളം പോലും ചേർക്കരുത്. ഈ വെളിച്ചെണ്ണയിൽ അങ്ങോട്ട് കിടന്ന് വേവണം. വെളിച്ചെണ്ണയും ഇതിന്ന് വെള്ളം വരുമല്ലോ, ഇത് ബ്രോയിലർ അല്ലേ, എങ്ങനെയും ഇതിന് വെള്ളം ഇറങ്ങും. കണ്ടിന്യൂ കഥ കഴിഞ്ഞു. ഇതിനി നമുക്ക് മൂടിയിടാം. മൂടാം, മതി. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇളക്കിയാൽ മതി. തന്നെ സെറ്റായി. മൂടട്ടെ, ഇനി ഇടുക. ഇവിടെ നിന്നിട്ട് പറയാം. ചേട്ടന് കഥ പറയാനായിട്ടേ ഇതിന്റെ ഇത്ര സ്ഥലമൊന്നും പോരാന്ന് അല്ല പറയണ്ട, അഭിനയിച്ച് കാണിക്കണല്ലോ കഥ. അപ്പോഴേ നമ്മുടെ മണികണ്ഠൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇവിടെ പണം തുടർന്ന ഒരു കൂട്ടുകാരൻ്റെ കേട്ടോ. അവൻ ഒരു ബക്കറ്റ് വെള്ളമായിട്ട് പോയി. ഒരു ബക്കറ്റിൽ വെള്ളമായിട്ട് കിണറ്റിൻ്റെ അവിടെ നിന്ന് പോയി. ആ ബക്കറ്റും പിടിച്ചിട്ട് ഇങ്ങനെ പറമ്പുകളുണ്ട്, നിറയെ പറമ്പുകളാണ് അവിടെ ഇവിടെ. ഈ വീട്ടിലോ ഈ ഗ്രാമപ്രദേശത്തില്ലേ പാലക്കാട്ടത്തെ അകലെ ഇപ്പോൾ ഇവിടെ ഒരു വീടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്തിരി ദൂരെയാണ് ഒരു വീട്, പിന്നെ അങ്ങോട്ട് ദൂരെ വീട്, ഇടയ്ക്ക് കൂടെ ഇങ്ങനെ ഈ ചെറിയ വഴികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ ഒരു ബക്കറ്റ് എടുത്തിട്ട് ബക്കറ്റ് കാണിക്കാൻ ഇല്ല അല്ലേ? ഉണ്ട്, കാണിക്കണം. അങ്ങനെ
വയ്യ. അല്ല ബക്കറ്റിൽ വെള്ളം പിടിച്ചിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെയുണ്ട് സ്ഥലമൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെയാണ് ഇരിക്കാൻ തുടങ്ങിയിട്ടാ. ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ ആ പ്രദേശത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വശങ്ങളിൽ ഒരുവിധം പേർക്കൊക്കെ പശുക്കളുണ്ട്. അവർ ഈ കാലത്ത് പാല് അളക്കാനായിട്ട് സൊസൈറ്റികളിൽ കൊണ്ടുപോകുന്ന പരിപാടിയുണ്ട്. അപ്പോൾ ഇവനിരിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് നോക്കിയിട്ട് അങ്ങനെ ഒരു വീടുണ്ട് കേട്ടോ, ഒരു പറമ്പിൽ. അപ്പോൾ ഈ വീട്ടുകാരനായിട്ടുള്ള ഈ പറമ്പിൻ്റെ ഉടമസ്ഥൻ ഒരു പാത്രത്തിൽ പാലായിട്ട് സൊസൈറ്റിയിൽ അളക്കാനായിട്ട് ഇങ്ങനെ നടന്നു തരുന്നുണ്ട് അകലെന്ന്. അപ്പോൾ മണികണ്ഠൻ അകലെ നോക്കി വിചാരിച്ചു ഒരാളിങ്ങനെ കയ്യിൽ പാത്രമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ മണികണ്ഠൻ വിചാരിച്ചു എല്ലാവരും ഈ പറമ്പ് അന്വേഷിച്ച് നടക്കുന്നവരാണല്ലോ, ഇവനെ ഈ പാൽ സൊസൈറ്റിയിൽ ഇയാൾ പാലളക്കാൻ പോകാണെന്ന് അറിയില്ല, അയാളും ഇതുപോലെ പറമ്പ് അന്വേഷിച്ച് നടക്കാമെന്നായിരുന്നു അവൻ്റെ വിചാരം. അപ്പോൾ ഇയാൾ ഇതിങ്ങനെ വന്നിട്ട് ഏകദേശം ഇത്തിരി അകലെ എന്നിട്ട് ഇയാൾ നോക്കിയിട്ട് ഇയാൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവണം അങ്ങനെ ആരാണ് കാലത്ത് എനിക്ക് എൻ്റെ പറമ്പിൽ വന്നിരിക്കുന്നതെന്ന്. ഇയാൾക്ക് ഈ കല്യാണത്തിൻ്റെ കാര്യം അറിയില്ല. ഇവിടെ ഇങ്ങനെ ആളുകൾ വന്നിട്ട് ഇവൻ വിചാരിച്ചു ഇയാൾ മനുഷ്യൻ മനസ്സമാനായിട്ട് ഇരിക്കാൻ സമ്മതിക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇയാളെ ഇങ്ങനെ നോക്കി. രണ്ടുപേരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചോദിച്ചിന്നെ പോലെ ഇങ്ങനെ നിന്നു. മണികണ്ഠൻ ക്ഷമ കിട്ടും. ഇയാളോട്ട് മനുഷ്യന് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ നോക്കി വല്ലവരും ഇരിക്കാൻ പറ്റുമോ? ഇരിക്കുന്നത് നമുക്ക് സഹിക്കില്ല. നമ്മൾ പരമാവധി ഒരു മറയിൽ എങ്ങനെയും ആരും കാണാണ്ടിരിക്കുക എന്നുള്ള പരിപാടിയാണ്. ഇങ്ങനെ നോക്കിയിട്ട് മണികണ്ഠൻ ഇയാളോട് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, എന്തിട്ട് തേങ്ങ ഇത്ര നോക്കാനുള്ളത്, ഇത് അവിടെ എവിടെയെങ്കിലും പോയിരുന്നോളാം. അയാളോട് അവിടെ എവിടെയെങ്കിലും പോയിരുന്നോളാം ഞാൻ പറഞ്ഞത്. അപ്പോൾ അയാൾ ഇങ്ങനെ നോക്കിയിട്ട് ഒരു പോക്ക് പോയി. അതാണ് ഒരു സംഭവം കേട്ടോ. അങ്ങനെ മണികണ്ഠൻ ചിലവരൊക്കെ ഓരോരുത്തരുടെ പറമ്പിൻ്റെ വേലി ചാടി ഇളക്കിടാൻ പോകുന്നത് ഇളക്കി പോയിട്ടാ. എന്നിട്ട് പിന്നെ പറയും എപ്പിസോഡായിട്ടാണ് കഥ വരുന്നത്. സൂപ്പറായിട്ട് തരുതേ. ഇത്തിരി കൂടുതലാണോ? അല്ലല്ല, കൂട്ടാനേ സൂപ്പറായിട്ട് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി വേറെ ഒന്നും കൂട്ടി തൊട്ടിട്ടില്ലേ. ഞാനേ കുമ്പളങ്ങ നോക്കാൻ പോവാ. ഇതൊരു കുറച്ച് വേവാകുമ്പോ കുമ്പളങ്ങ ഇടണം. അല്ല ചേട്ടാ കഥ പറഞ്ഞു, ഞാൻ അവിടെ നിന്ന് കുമ്പളങ്ങ നോക്കിയോളാം. കുമ്പളങ്ങ നോക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഓരോരുത്തരും പറയുമ്പോൾ നമ്മുടെ കൂട്ടുകാരുണ്ട് ഡേവി എന്ന് പറഞ്ഞിട്ടുള്ള, അവൻ ചാടി ഒരു വേലി അങ്ങോട്ട് ചാടി അപ്പുറത്തേക്ക് വീണത് ഒരു ചെളിച്ചാലിലാണ് മറിഞ്ഞ് വീണു ബക്കറ്റ് വെള്ളമായിട്ട്. പിന്നെ നമ്മൾക്ക് പിന്നെ പറ്റിയൊരു സ്ഥലം കിട്ടിയാലും ഞാൻ പോയി വലിയ കഷ്ണാക്കിട്ടാണ് കുമ്പളങ്ങ ഇടണേ. ഇത്ര വലിപ്പം ആവാല്ലേ? ഇത്ര വലിപ്പം വേണ്ടേ? അപ്പോൾ അലിഞ്ഞു പോകും കുമ്പളങ്ങ. അയ്യോ, വലിപ്പത്തിൽ വേണമെന്നാണ് അതില് കുമ്പളങ്ങിക്ക് നല്ല വലിപ്പം വേണം. അത് വേണ്ട, അത് അവര് വെട്ടി നോക്കിട്ടോ നമുക്ക്. അതെ, ഇവിടുന്ന് ഇനി ഭയങ്കര തമാശകളുണ്ട്. നമ്മള് തമാശകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസകരമായിട്ട് അത് പറഞ്ഞു കഴിഞ്ഞില്ലേ ചിലപ്പോ അത് അതാണ് വീഡിയോയിലല്ല. എനിക്ക് കുറച്ച് ചെയ്തേക്കും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ ഇവിടെ വരെ പോട്ടെ ഞങ്ങളുടെ പാലക്കാടൻ ഒരു യാത്ര. എന്നിട്ട് പിന്നെ എന്തിട്ടുണ്ടായി തിരിച്ചു വന്നതൊക്കെ എങ്ങനെയാ? തിരിച്ചു വന്നത് ഇവിടെ ഇപ്പൊ 1:30 ഉച്ചയ്ക്ക് 1:30. അല്ലാന്ന് ആ വണ്ടിയിൽ നിങ്ങൾക്ക് ബസ് കയറി പോരായിരുന്നില്ലേ? ആ തല്ലിപ്പുളി വണ്ടിയിൽ തന്നെ പോന്നാ വന്നു. അപ്പൊ നമ്മള് ആ കഥ അവിടെ അവസാനിപ്പിച്ചിട്ടാ. അപ്പൊ നമ്മള് കേൾക്കണം എന്നുള്ളവർ നേരിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ ചേട്ടൻ പറഞ്ഞു തരുന്നു. കുമ്പളങ്ങ മൊത്തടല്ലേ? തുണ്ട് വെള്ളം പോലെ ഒഴിച്ചിട്ടില്ലേട്ടാ. ചേട്ടനല്ലേ പറഞ്ഞേ വെളിച്ചെണ്ണ അല്ല ഈ വെള്ളം ഒഴിക്കണം എന്ന് പറഞ്ഞതല്ലേ ചേട്ടൻ? സാധനം ക്ലാസ് ആയില്ലേ. ഇനി കുമ്പളങ്ങ ഇടുമ്പോഴൊന്നും കുഴപ്പമുണ്ടാവില്ലേ. നാളികേര അരച്ചൊഴിക്കുമ്പോഴാണ് പ്രശ്നമാവാ. പക്ഷെ വറുത്തരച്ചിട്ട് ഒഴിക്കണമെങ്കിലും കുഴപ്പമില്ലായിരുന്നേ. പച്ചനാളികേരല്ലേ? അല്ല നമുക്ക് നോക്കാം. നമ്മൾ കഴിക്കാണ്ട് നമ്മളതിനെ കുറ്റം പറയാൻ പാടില്ല. നല്ല മണല്ലേ? അടിപൊളി. ഇതുവരെ വളരെ ശരിയാണ്. ഇത് വേണേ വാരിട്ടേക്ക് കുമ്പളങ്ങ ഇതും കൂടി ഞാൻ അരിഞ്ഞു. ഞാനിതൊന്ന് വെറുതെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് കഴുകണം. ഇനി വേണ്ട വേണ്ട, നല്ല നല്ല വെള്ളത്തിൽ കഴുകിയതാ. കുമ്പളങ്ങ അരിഞ്ഞാൽ ഇടാം നമുക്ക്. അത് കുമ്പളങ്ങ ഇടുന്നതോടുകൂടി ഇതിൻ്റെ റേഞ്ച് വേറൊരു തലത്തിലേക്ക് വരുന്നു.
തലത്തിലേക്ക് ഉയരാണോ താഴാണോ ചെയ്യുക? തലത്തിലേക്ക് വരുന്നു. ഞാൻ തെറ്റി പറഞ്ഞാണ്. അല്ല, താഴാണ്. അതിന് 2 വർഷം അടുത്ത് തിന്നായിരുന്നു കഴിഞ്ഞല്ലേ. ഭംഗിയുണ്ട്. മുഴുവൻ വന്നിട്ടുണ്ടാവില്ല. കുമ്പളങ്ങ ഇടുന്നതിന് മുന്നേ സ്ഥലമില്ലല്ലോ. അത് കുമ്പളങ്ങ ഇപ്പോൾ അമ്മരും. നമുക്ക് ഇത്തിരി വലിപ്പമുള്ള ചട്ടി വാങ്ങിക്കണം കേട്ടാ. അതന്നെ നമ്മുടെ ചട്ടി പൊട്ടിയില്ലേ. മൂടിയതാട്ടെ നമുക്ക്. ഇത്തിരി കുമ്പളങ്ങ വേണ്ടില്ല, അതുകൊണ്ട് ഇടാം. ഇത് വിപ്പിയാവും. ബാക്കിയുള്ള കുമ്പളങ്ങ വേണ്ടി ഇടാട്ടെ. ഇത്തിരി ഉള്ള സരിത ഇത് ഇത്തിരി വെള്ളം കുടിക്കട്ടെ. നാളെ അരച്ചിട്ട് വരാം. വെള്ളം ഒഴിച്ചിട്ടില്ല നമ്മള്. ഇനി കുമ്പളങ്ങ എന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങും. ഇനി കുമ്പളങ്ങ എന്നുള്ള വെള്ളം ഇറങ്ങും. അയ്യോ ഇവിടെ ചട്ടിച്ചെരിയാണ് സരിത. കൈ കൊള്ളൂ എൻ്റെ. കുമ്പളങ്ങ അമ്മരും എൻ്റെ വേവുമ്പളേ അമ്മരും. എന്താ ചട്ടി ഇഷ്ടടിക്കണു. അമ്മരട്ടെ മൂടിക്കാം. അത് ആയിട്ടില്ലല്ലോ. അത് ഒന്ന് ഒതുങ്ങട്ടെ. എന്നിട്ട് നമുക്ക് ഇറക്കാം. അത് നാളികേരം അരച്ചു കൊണ്ടുവരാൻ പോകണം. മിക്സിയിൽ അരച്ചോണം ആദ്യത്തെ. നീ ഈ പണിയെടുക്കാൻ നിൽക്കണ്ടെങ്കിൽ അതൊരു സെക്കൻഡിൽ മിക്സിയിൽ അരച്ചുകൊണ്ടിരാം. കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. നാളികേരം എന്തോരം വേണമെങ്കിലും എടുക്കാം. നമ്മൾ കുറച്ചെടുക്കണം. നമുക്ക് എന്തായാലും ഈ നാളികേരം ചേർക്കണേലും പിന്നെ കുറച്ച് കൂട്ടെടുക്കാം. അത് എന്തായാലും എടുത്ത് വയ്ക്കും. എന്നിട്ട് നമുക്ക് നോക്കാം ഏതാ ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇത് ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടെങ്കിലോ അല്ലേ. അരച്ചിട്ട് വരാട്ടാ. നമ്മൾ 2 തക്കാളി എടുക്കണ്ട കേട്ടാ. തക്കാളി ആ ഇത് എഴുതിയേക്കണ ആ ഞങ്ങൾ പറഞ്ഞില്ലേ മാതൃഭൂമിയിലത്തെ ഒരു ഇതിൽ കണ്ടതാണ്. അതിൽ ഇൻഗ്രീഡിയൻസ് എഴുതിയ തക്കാളി ഉണ്ട്. പക്ഷേ പാചകം ചെയ്യുന്ന വിധം എഴുതിയിട്ടില്ല. അതിൽ എവിടെയും തക്കാളി എവിടെ ഇടണേന്ന് പറയണില്ലേ. അപ്പം തുറ ചെയ്യണ്ടേ നമുക്ക്. ഈ കത്തി അതൊരു അകം മുറിച്ചില്ല ചേട്ടാ. വേറെ കത്തിൻ്റെ 2 കത്തി വന്നിട്ടുണ്ട് കേട്ടാ. ഇതിരിക്കാണ്ട് ഇടാം. നല്ല രസകരമായി കൂട്ടാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടാ. ഒരു സ്വല്പം ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ഇതിൽ പോരായിരുന്നു. ഇത് ഉപ്പിട്ടു കാണിച്ചിട്ട് മാത്രം. ഒരു തക്കാളി മതിയാ? മതിയല്ലേ? അത് മതിയാവും. ഒരു തക്കാളി ഉണ്ടല്ലോ കേട്ടോ, വലിയ തക്കാളി. അത് അവിടെ നിന്നോട്ടെ, ഞാൻ പിന്നെ നിന്നുണ്ട്. വേപ്പില കേട്ടോ. ശരിയല്ലേ? കഴുകിയ വേപ്പിൻ്റെ കഴുകിയതല്ലേ? കഴുകിയതാ. തക്കാളി ഇട്ട് വേപ്പില ഇരുമ്പം പൊടി ഇല പോലെ ഇല്ലല്ലോ അല്ലേ. ഇപ്പോഴത്തെ വേപ്പില എന്തൊരു നല്ല വലിപ്പുള്ളതാ. വേപ്പിലേറെ കൂത്ത് കഴിഞ്ഞു. തക്കാളി ഇത് വേവട്ടെ. വേറെ തുടങ്ങി കുമ്പളങ്ങ ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും സാധനം വേവും. അപ്പോൾ നമുക്ക് നാളികേരം അരച്ച് ചേർക്കാം. കുറച്ച് സമയമായിട്ടാണ്. അപ്പം നമ്മുടെ കുമ്പളങ്ങയൊക്കെ വെന്തുണ്ടാവണം. ഇപ്പോൾ ദൈവമേ ഇത്ര നല്ല കൂട്ടാനിലേക്കാണ് നാളികേരം പച്ച അരച്ച്. സരിത അരച്ചോളുന്നുണ്ട്. എവിടെയാ അരച്ചത്? എടുത്ത് കാണിച്ചാൽ തുറക്കത്. അരച്ചോളുന്നുണ്ട്. സരിത പറയുന്നത് ഇത്രയും നല്ല കൂട്ടാനിലേക്കാണ് ഈ സാധനം. സരിത പറഞ്ഞു, നല്ല ചേട്ടനും പറഞ്ഞു ഇല്ലേ. മുതലാളി ഒരു വട്ടം പറഞ്ഞിട്ടുണ്ട്. മുതലാളിക്ക് ഓർമ്മയില്ല. ഇതൊഴിക്കണോട് കൂത്ത് കഴിയും. അപ്പം ഞങ്ങളെന്തൊരു ചെയ്യുന്നെങ്കിൽ കുറച്ച് കൂട്ടാൻ എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ ചെയ്യുന്നത്. അല്ല ഈ ചാറ് കണ്ട നല്ല കട്ടിയിലൊക്കെ വന്നിട്ടുണ്ടല്ലേ. ആ കട്ടി. ഞാൻ അവിടെ കഴിച്ചത് മറ്റേ പാലക്കാട്. അതെ, എനിക്ക് തോന്നണം എന്തിട്ടെന്നറിയോ, അതായത് ഈ കല്യാണ തലേന്നൊക്കെ പറയുമ്പോൾ ഈ കണ്ടമാനം പേർക്ക് സദ്യക്ക് ഉണ്ടാക്കുമ്പോഴേ അത് തികയാൻ വേണ്ടിയിട്ട് കുറേ വെള്ളം കൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ സൊറവെള്ളം പോലെ ആവില്ലേ. അപ്പം അതില്ലാണ്ടിരിക്കാൻ നാളികേരം അരച്ച് ചേർത്ത് കട്ടിയാക്കണതായിരിക്കും പണ്ട്. ഈശ്വര ഭഗവാനെ പച്ച നാളികേരം മതിയാ? മതി. ഇത് കഴുകി ഒഴിക്കട്ടെ. ചിലപ്പോൾ ഇത് ഇഷ്ടമുള്ളവരുണ്ടായിരിക്കൂട്ടാ. ഇത് അങ്ങനെയുള്ളവർക്ക് നമ്മളിത് അപമാനിക്കണ പോലെ തോന്നും. ഇത് കഴിച്ച് കല്യാണ വീടുകളിലും അങ്ങനെ അതിനൊക്കെ കഴിച്ച് വളർന്നിട്ടുള്ള പാലക്കാടുകാർക്ക് ചിലപ്പോൾ അവരുടെ നൊസ്റ്റാൾജിയും അവരുടെ കൂട്ടാൻ അപമാനിച്ച പോലെ തോന്നുന്നെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം. ഇത് കഴുകി ഒഴിക്കണം. അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഞാൻ
ഉപ്പ് നോക്കിയിട്ടിട്ടാ മതിയായിരുന്നില്ലേ? ഏയ് നാളികേരത്തിന്റെ ഉപ്പ് ഒരു പൊട്ട് വേണം. നേരിയ ഉപ്പ് ഇട്ടിട്ടുള്ള കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇനി ഈ നാളികേര പച്ചരച്ചതിൻ്റെ പച്ചമണം ഉണ്ടല്ലോ, അതൊന്ന് പോട്ടെ. അതൊന്ന് പോണം. അത് വരെ ഒന്ന് തിളക്കട്ടെ. അത് കിടന്ന് മൂടിയിരുന്നാ വേണ്ട ഇനി കിടന്ന് ഇനി തുറന്ന് കിടന്ന് തിളക്കട്ടെ. അങ്ങനെ 5 മിനിറ്റിനുള്ളിൽ നമ്മുടെ പാലക്കാടൻ കുമ്പളങ്ങ മത്തങ്ങ അല്ല കോഴിയും കുമ്പളങ്ങയും കൂട്ടാൻ. അഥവാ ചിക്കൻ സാമ്പാർ. ഇതിന് ചിക്കൻ സാമ്പാർ എന്ന് പറയാൻ പറ്റില്ല. ചിക്കൻ സാമ്പാർ എന്നാണ് അവർ പറയാ അതിനെ. അവര് പറയട്ടെ. ഉണ്ട്. ഈ പപ്പടത്തിന് ഡാമേജ് പറ്റിയിട്ടുണ്ട്. പപ്പടം കാഴ്ച കൊണ്ടു, ചോറും കൊണ്ടു. ചോറ് നല്ല ഭംഗിയായി. കുറച്ച് നേരം ഞാൻ ഇട്ടിട്ട് അതിനകത്ത് വറ്റിച്ചിട്ടുണ്ട്. കുഴമ്പ് രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇനി ഇറക്കാൻ പോകും കേട്ടോ. ഇറക്കണ്ട ചേട്ടാ, അതിനൊരു തിളച്ചോട്ടത്തെ സമയം വേണ്ട, വരെ അതിന്റെ നാളികേരത്തിന്റെ. അത് ഒരു ലെവലുണ്ട്. അയ്യോ മറ്റേ സാധനം എടുത്തിട്ടില്ലല്ലോ. എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി വേണമെങ്കിൽ വേപ്പല വെതറാൻ വേണമെങ്കിൽ കടലയാ കടുക് മസാലപ്പൊടി ചേർത്താലോ? മസാലപ്പൊടിയാ? മസാലപ്പൊടി ഒരു പൊട്ട് മസാലപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട് ചേട്ടൻ്റെ ഒരു സമാധാനത്തിന് രസത്തിന് കേട്ടാ. ഇപ്പൊ സൂപ്പറായിട്ട് കൊണ്ടിട്ട് കൂട്ടാണ് വിചാരിച്ച പോലെ ഇല്ല, മട്ട് മാറിയില്ല. പക്ഷെ ഇതിലേക്ക് വല്ല പത്തിരിയാ പൊറോട്ടയൊക്കെ വേണം ചേട്ടാ. ചോറ് പാലക്കാടൻ മട്ട വെച്ചിട്ടല്ലേ ചെയ്യാ? പാലക്കാടൻ മട്ടരിച്ചോറും പാലക്കാടൻ കോഴി സാമ്പാറും അളക്കിട്ടെടുക്കല്ലേ. നല്ല പരിചയമാണ്. പരിചയമുള്ള ഞാൻ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ ചേട്ടാ. 2 തരം കൂട്ടാനുണ്ട് കേട്ടത്. ഇതുണ്ട് ഒരു പൊട്ട്, ഇതൊരു പൊട്ട് ഞാൻ ഈ തലക്കിരിക്കുന്ന ആക്കുന്നുണ്ട്. എങ്ങനെ അറിയാൻ കേട്ടോ. നമ്മളെ നാളികേരം അരച്ച് ചേർക്കാണ്ട് അതിന് മുന്നേ കുറച്ച് മാറ്റി വെച്ചില്ലേ, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കി നോക്കാലോ. അത് ഞാൻ ചോറിലേക്ക് ഇട്ടു. വാ ഈ സൈഡിലേക്ക് ഇത് എനിക്ക് നോക്കാനായിട്ട് പാട വെക്കോ. നോക്കി നോക്കിയേ ഇതിൻ്റെ ടേസ്റ്റ്. പയർ മത്തങ്ങ പയർ മത്തങ്ങ അതല്ലേ ശരിക്കും കൂടാൻ. കടുക് കാണുന്ന കാരണം വേണ്ടത് അത് കുഴപ്പമൊന്നുമില്ല. രസമുണ്ട്. സ്പെഷ്യലായിട്ടേ ആ കടുകിൻ്റെ ഒരു മണല്ലേ, വറുത്ത മണം, കടുകിൻ്റെ ആ ഒരു മണം ഇതിൽ കിട്ടുന്നുണ്ട്. ആ അതേനേ ശരിക്കേ ചേട്ടാ, ഈ ചിക്കൻ്റെ ഒപ്പം തന്നെ ഇടായിരുന്നു കുമ്പളങ്ങ അല്ലേ? ആ കുമ്പളങ്ങ. പക്ഷെ അതിൻ്റെ ഇതൊന്നും മൂത്തിട്ടില്ലേ, കുരൊന്നും. അതെ പിന്നെ ഇതും ചോറ് കൂട്ടിപ്പടങ്ങല്ലേ അടിപൊളിയാണ്. നോക്കട്ടെ ചാറ് പൊറോട്ടയ്ക്ക് നമ്പറാണ്. പൊറോട്ടയ്ക്ക് അടിക്കാൻ കുഴപ്പമില്ലല്ലേ? നാളേരം അരച്ച് നമ്മൾ തരും. നാളേരം പച്ചരച്ച് ചേർക്കണോട് കൂടി ഇതിൻ്റെ പണി കഴിയുന്നു. കുഴപ്പമില്ലല്ലോ. ഇല്ല ജഗോ, നീ അത് കഴിച്ചു നോക്കിയാ? എല്ലാം കൊണ്ടും മികച്ചൊരു കുമ്പളങ്ങ കഴിക്കാനും നല്ല രസമുണ്ട്. ഇല്ലേ കുമ്പളങ്ങ കഴിക്കാൻ നല്ല രസമില്ലേ? നിങ്ങൾ ഈ ചോറ് കൂട്ടി കഴിച്ചിട്ടില്ല? ഞാൻ ചോറുള്ളത് തരാം. അതോടുകൂടി ഇവരെ പാലക്കാടിനെ പറ്റിയുള്ള ഇത് മാറും. ജഗ് പ്രതീക്ഷിച്ചിരിക്കുന്നേ അതിൻ്റെ സ്വർഗലോകത്തെത്തിയില്ലേ? അത്രയ്ക്ക് വേണം. അതിൻ്റെ തൊട്ട് താഴെ പറഞ്ഞോ. അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത എന്തേലും പറയും. പറഞ്ഞോ പറഞ്ഞോ. നമ്മളെ സ്വർഗലോകത്തില്ലേ നോൺ വെജ് അല്ലേ? ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറ. സൂപ്പർ കൂടെ വിചാരിച്ച ലെവലല്ല. അപ്പം ഇങ്ങനെ വെച്ച് നോക്കട്ടെ ഒരു വട്ടം. പാലക്കാടുള്ളവർക്ക് ഇത് തോന്നുന്നുണ്ടോ എന്താ പറയുക, പറഞ്ഞ പോലെ നൊസ്റ്റാൾജി വരും. അല്ലാത്തവർക്കൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. പഴയ കൂട്ടാൻ ചോറിലേക്ക് ഇപ്പം തന്നെ വെച്ചത് പഴയതാ, പാലക്കാട് വെറുതെ സൈഡിൽ കൂടെ.
ഞാൻ പറയുന്നത് ചോറിലേക്ക് സാധാരണ എല്ലാവരും പറയണ ഒരു ഡയലോഗ് ഉണ്ടത്, ഇത് ചോറിൻ്റെ കൂടെയും പോവും ഇങ്ങനെ പറയില്ലേ. ചോറിനും ചപ്പാത്തിക്കും ബ്രെഡിനും പൊറോട്ടയ്ക്കും പത്തിരിക്കും വെള്ളയപ്പത്തിനും എല്ലാത്തിനും പറ്റും. അടിപൊളി കൂട്ടാട്ടാ. കുഴപ്പമില്ല. പാലക്കാടുകാരെ ഞങ്ങളോ അല്ല നിങ്ങൾ ഞങ്ങൾക്ക് മാപ്പ് തരണം. അപ്പൊ തന്നെ ഞങ്ങൾ മുൻവിധിയോടുകൂടി വിലയിരുത്തി വിലയിരുത്തിയത് അത് തെറ്റാണെന്ന് ബോധ്യം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് നിർത്താം. അടുത്ത വീഡിയോ കാണാൻ നന്ദി, നമസ്കാരം.